ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോളമനാണേ. ഇന്ന് നമ്മൾ ഇതുപോലുള്ളൊരു ബോട്ടിൽ ഒരു വൺ ഡേ ഫിഷിങ്ങിന് പോകേണ്ട പരിപാടിയാണ്. രാവിലെ 5:45 സമയം. കണ്ടോ, രാവിലെ തന്നെ ജെട്ടിയിലെ ആൾക്കാരൊക്കെ ചൂണ്ടയിടുന്നതാണ്. ഈ സമയത്ത് നല്ല മീൻ കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ്. ഇവരുടെ കൂടെയാണ് കേട്ടോ ഞാനിന്ന് പോകുന്നത്. ഇവർ വണ്ടിയൊക്കെ ഒതുക്കി റെഡിയായി വന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. ചെറിയൊരു മരത്തിൻ്റെ ബോട്ടാണ്, പഴയ ബോട്ടാണ്. വലിയ ഫിഷിംഗ് ബോട്ടിൻ്റെ അതേ ഷേപ്പിലുള്ള ചെറിയ ബോട്ട്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബോട്ട്. ഇതുണ്ടോ ഇതിൻ്റെ ടാങ്ക്, ഇത് ചെറിയ മീനെ പിടിച്ചിടാനുള്ള ടാങ്കാണ്. ഇത് ഞാൻ വിശദമായിട്ട് പിന്നെ കാണിച്ചു തരാം. കടൽ അടിപൊളിയാണ്. കടൽ നല്ല ശാന്തമാണ്. രാവിലെ തന്നെ സൂര്യൻ പൊട്ടുപോലെ അങ്ങനെ ഉദിച്ച് വരണേ ഉള്ളൂ. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു ചെറിയ ബോട്ടിൽ നമ്മൾ 6 പേരുണ്ട്. ടോട്ടൽ 6 പേരാണ്. അത് ആവശ്യമുണ്ടാവും. ഈ 6 പേരൊക്കെ എന്തായാലും ആവശ്യമുണ്ടാവും. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇവരൊക്കെ ഓരോ പണിയിലാണ്. ടാങ്കിൽ വെള്ളം നിറക്കാനുള്ള പൈപ്പൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ്. ഒരു ഫുൾ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഫുഡ്, അതുപോലെ കുടിക്കാനുള്ള വെള്ളം, കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കിയിട്ടാണ് വന്നത്. എന്താ രസം! ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് വരുന്നതൊക്കെ കാണാൻ രാവിലെ തന്നെ. നല്ലൊരു അന്തരീക്ഷമാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ ഇതുപോലുള്ള ഫിഷിങ്ങിന് പോകുമ്പോൾ ഇതുപോലെ ഒരു ലൈനിൽ ലൂറ് കെട്ടി നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കും. അത് പോകുന്ന വഴിയിൽ എന്തെങ്കിലും മീൻ ഉണ്ടെങ്കിൽ അട്രാക്റ്റായിട്ട് അതിന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മീനിനെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇത് ചെറിയ മീനിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. മാസ്കും അതുപോലെ കാലിന് ഇതൊക്കെ ഇട്ടിട്ട് ഫിൻസൊക്കെ ഇട്ടിട്ട് ചാടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും വലയൊക്കെ നമ്മൾ ബോട്ടിൽ നിന്ന് റെഡിയാക്കി വെക്കും. ചെറിയ വലയാണ് ഈ ചെറിയ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വെള്ളത്തിൽ നമ്മൾ മാസ്ക് ഇട്ട് താഴേക്ക് നോക്കുമ്പോൾ, എന്താ പറയുക, ഗ്ലാസ് ഇട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഈ ചെറിയ മീനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം കുറച്ച് ആഴം കുറഞ്ഞ സ്ഥലമാണ്. കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ. കുറച്ച് ആഴം കുറഞ്ഞ ഇതുപോലുള്ള കടലിന് നടുവിലുള്ള ഇതുപോലുള്ള ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ചെറിയ മീനിനെ, ബൈറ്റിന് വേണ്ടിയുള്ള ചെറിയ മീനിനെ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് വലക്ക് വെയിറ്റൊക്കെ കിട്ടും. അത് വലയുടെ സൈസ് പോലെയൊക്കെ ആയിരിക്കും. വലിയ ബോട്ടിലൊക്കെ വലിയ വലയൊക്കെ ഉണ്ടാവുക. ഇത് ചെറിയ ബോട്ടായതുകൊണ്ട് ചെറിയ വല, അപ്പം ചെറിയ വെയിറ്റൊക്കെ ഇട്ട് നല്ല റഫുള്ള ടൈമിലാണെങ്കിൽ കുറച്ചുകൂടി വലിയ വെയിറ്റ് കട്ട തൂക്കിയിടേണ്ടി വരും. ഇതിപ്പം ചെറിയ വലയായതുകൊണ്ടും നല്ല ശാന്തമായിട്ടുള്ള കടലായതുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കട്ടൊക്കെ മതി. അത് ഈ വലയുടെ 4 ഭാഗത്തും കെട്ടി ഇറക്കി നമ്മൾ വല താഴോട്ട് ഇറക്കും. 4 പേര് ഏതാണ്ട് വെള്ളത്തിൽ മിനിമം ഇറങ്ങും. ബാക്കിയുള്ളവർ കരയിലും. അവരിങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പണ്ട് തുണിയിലൊക്കെ ചെറിയ മീനുകളെ തോട്ടിൽ നിന്നൊക്കെ പിടിക്കാറില്ല, അതുപോലെ ആ ഒരു രീതിയിൽ ഇങ്ങനെ 4 മൂലക്കും നിന്ന് മീനിനെ കോരിയെടുത്ത് ഇതുപോലെ കൊണ്ടുവരും. ഈ മീനിൻ്റെ പേര് ബോധി, അതുപോലെ മുഗ്രാൻ, രഹി എന്നൊക്കെ പറയും. രഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ നത്തോലി മീനാണ്. ഈ 3 മീനുകളും നമ്മൾ ഇവിടെ ബൈറ്റിന് ഉപയോഗിക്കുന്ന മീനുകളാണ്. കണ്ടോ, നമ്മുടെ ടാങ്കിൽ പിടിച്ചിട്ട് കണ്ടോ. ടാങ്കിൽ ഇതിന് ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിനൊരു ഫിൽറ്റർ പോലെയുള്ളൊരു സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മീൻ ലൈവായിട്ട് ജീവനോടെ തന്നെ കുറേ സമയം ഇരുന്നോളും. നമ്മളങ്ങനെ ഒരു സെറ്റ് ഓഫ് ചെറിയ മീനുകളെ പിടിച്ചു. പിന്നെയും മീൻ ആവശ്യമുണ്ട്, കാരണം വൈകുന്നേരം വരെ ട്രൈ ചെയ്യേണ്ട മീനുകളല്ലേ. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കാലിയാവും. അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീനുകൾ ആവശ്യമുണ്ട്. കുറച്ച് വലിയ സൈസും വേണം, കുറച്ച് ചെറിയ സൈസും വേണം. ചെറിയ സൈസ് ഇങ്ങനെ വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാനും, വലിയ സൈസ് നമുക്ക് ബൈറ്റായിട്ട് ചൂണ്ടയിൽ കൊളുത്തിയിടാനും. ഇത് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അതിൽ വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മീറ്റ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്ത് അത് വെള്ളത്തിൽ നമ്മൾ ഈ ചെറിയ മീനിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വെള്ളത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ കൂട്ടത്തോടെ മീനുകൾ വരും. ആ സമയത്ത് ഇതിനെ പിടിക്കാൻ വേണ്ടി എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരുപാട് രീതികൾ ഇവർ ഉപയോഗിക്കുന്നത്. എന്താ പറയുക, ആദ്യകാലങ്ങളിൽ ഓരോരോ ആൾക്കാർ കാണിച്ചു കൊടുത്ത രീതികൾ പിന്തുടർന്ന് ഇത് കടലിൻ്റെ അടിയിൽ നിന്ന് അവർ മുങ്ങിയെടുത്തൊരു
പൂവ് പോലുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മജീവികൾ, ഒരു മണ്ണിരയൊക്കെ പോലുള്ള സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല ഓറഞ്ച് കളറിൽ. ഇതൊക്കെ മീനിനെ സെർച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോട്ടിൽ കയറ് കെട്ടി ഇങ്ങനെ താഴേക്ക് നോക്കും. ഇതും അതുപോലെ മുങ്ങിയെടുത്തൊരു ശംഖാണ്, വലിയ ശംഖാണ്. ഇത് ഇവർ കഴിക്കാറുണ്ട്. അതിന് മുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു ഇതിൻ്റെ. നല്ല എക്സ്പെൻസീവായിട്ടുള്ള റൈറ്റാണ്. ഇവർ നല്ല രീതിയിൽ കഴിക്കുന്നൊരു സാധനമാണ്. ഇതിനെ മാത്രം മുങ്ങിയെടുക്കാൻ പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മീനിനൊക്കെ നമ്മൾ പിടിച്ചു. മീനിൻ്റെ ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങൾ ചെക്ക് ചെയ്ത് പോകാൻ തുടങ്ങി. കണ്ടോ, ഇതുപോലെ ചെറിയ മീനുകളെ ടാങ്കിൽ നിന്നും കോരിയെടുത്ത് 2 വശങ്ങളിലേക്കായി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ബൈറ്റ് ഫിഷിനെ. അപ്പം മീനിൻ്റെ ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണെങ്കിൽ ഈ എറിയുന്ന പൊടിമീനുകളെ കണ്ട് വലിയ മീനുകൾ കൂട്ടത്തോടെ ബോട്ടിനെ ഫോളോ ചെയ്ത് വരും. ഈ സമയത്താണ് നമ്മൾ ബൈറ്റ് ഉപയോഗിച്ച് നമ്മൾ പോൾ റോഡ് ഉപയോഗിച്ചിട്ടായാലും അല്ലെങ്കിൽ ലൈൻ ഉപയോഗിച്ചിട്ടായാലും പിടിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് വലിയ ഫിഷിംഗ് ബോട്ടുകളിൽ ഈ പോൾ ലൈൻ ഉപയോഗിച്ചിട്ട് ഈ ടൂണ ഫിഷിനെയും പിടിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾ അടി കൂടെ നീല കളറിൽ മീനുകളിങ്ങനെ ഓടുന്നുണ്ടോ? വേറൊരു ടൈപ്പ് മീനുകളാണ്. അതുപോലെ ഈ വറ്റയും റെയിൻബോ റണ്ണർ ഇതുപോലുള്ള വലിയ വലിയ മീനുകൾ ഈ ബോട്ടിനെ ഫോളോ ചെയ്ത് വരും. നല്ല മീൻ ജമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട്. ഈ നമ്മൾ വലിയ ബോട്ടിൽ ലൈൻ കെട്ടി അതിൽ നോർമൽ ഹുക്ക് ഇട്ടിട്ട് അതിൽ ഈ പിടിച്ച വലിയ മീനുകളെ ബൈറ്റായിട്ട് ഉപയോഗിച്ചിട്ടാണ് പിടിക്കുന്നത്. കണ്ടോ, ഒരു മീൻ, ആദ്യത്തെ മീൻ കയറുന്നുണ്ട്. മീൻ ഇത് റെയിൻബോ റണ്ണർ. ഇവർ മാണിയാമാസ് എന്ന് പറയും. നമ്മളെ പൂമീൻ എന്നൊക്കെ പറയുന്നില്ലേ നാട്ടിൽ നിന്ന്, ആ ടൈപ്പ് മീനാണ്. അത്യാവശ്യം സൈസുള്ള മീനാണ്. എന്തായാലും 2.5 കിലോ 3 കിലോ സൈസുള്ള മീനുകളാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ വരാറ് സാധാരണ. എല്ലാവരും പരക്ക ലൈന് ചൂണ്ട ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കിളികളെ ഞാൻ മുൻപൊരു ഷോർട്സ് ഇട്ടിരുന്നു ഇതിനു മുമ്പ്. ഇത് നമ്മളിങ്ങനെ ബൈറ്റ് ചൂണ്ടയിൽ കൊളുത്തി എറിയുമ്പോൾ ഈ കിളികളും കൂട്ടത്തോടെ വന്ന് ഇതുപോലെ നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന മീനിനെ തിന്നും. ആ സമയത്ത് ഈ നമ്മളെ ചൂണ്ടയും ഇവൻ കൊളുത്തി ചില സമയത്ത് എടുത്ത് പോകും. അങ്ങനെ കിട്ടിയതാണ് അവനെ. അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ബോട്ട് കണ്ടിട്ടില്ലേ, ഈ ബോട്ടിൻ്റെ സ്റ്റാരിങ് കാണുന്നത് കേട്ടോ. അതിനെ നിയന്ത്രിക്കുന്നത് കാലുകൊണ്ടാണ്. കാലുകൊണ്ട് ഒരു ലിവർ പോലത്തെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ഹാൾട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഇങ്ങനെ മീനിൻ്റെ ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഹാൾട്ട് ചെയ്ത് വെച്ച് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യും. ഒരാൾ നിരന്തരമായിട്ടും നമ്മുടെ ഈ പൊടിമീനുകളെ 2 വശങ്ങളിലേക്കായി എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഉണ്ട്, ഒരുപാട് മീനിനെ പിടിച്ച് കയറ്റുന്നുണ്ട്. അധികം ഇപ്പം വന്നത് നമ്മളെ കോലാൻ എന്ന് പറയുന്നില്ലേ, നീഡിൽ ഫിഷ്. ഇതാണിപ്പോൾ അധികം കയറിയിട്ടുള്ളത്. ശരിക്കും ഇതിനെ ഇങ്ങനെ അധികം തിന്നാറില്ല, ഇവർ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനെ പിടിക്കുന്നതും വലിയ ഇഷ്ടമൊന്നുമല്ല. മെയിനായിട്ട് ഇവർ നോക്കുന്നത് വറ്റ, അതുപോലെ ഈ ഹമൂറ്, ഈ ടൂണ, ഇങ്ങനെയൊക്കെയുള്ള മീനുകളെയാണ്, മാന്യാമാസ് ഇതുപോലൊക്കെ മീനുകളെയാണ് നോക്കുന്നത്, ട്രൈ ചെയ്യുന്നത്. വറ്റക്ക് ഇവർ ഇവിടെ ഹന്തിമാസ് എന്നാണ് പറയാം. അത് അത്യാവശ്യം ഇവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു മീനാണ്. കണ്ടോ, വലിയൊന്നെന്തോ വരുന്നുണ്ടേ. വറ്റ വലിയൊരു വറ്റ ഉണ്ടോ, അവർ ഒതുക്കി വെക്കുന്നുണ്ടോ. നമ്മളാണെങ്കിൽ ഇതിനെ ചൂണ്ടയിൽ നിന്ന് വിടുവിക്കുക എത്ര പാടുപെടേണ്ടി വരും എന്നറിയുമോ. അത്രയും പവറാണ് ഈ മീനിനൊക്കെ, ഈ വറ്റക്കൊക്കെ. അവർ കൂളായിട്ട് അരയിലേക്ക് എടുത്ത് വെച്ച് സുഖമായിട്ട് ഹുക്കൂരി ടാങ്കിലോട്ട് ഇടും. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്നുകൂടി പിടിക്കുന്നുണ്ടേ. എന്താ അത് പൂമീൻ റെയിൻബോ റണ്ണർ. ഒരുപാട് മീൻ ഇതിനകം പിടിച്ച് കയറ്റി. അതിൻ്റെ ഇടയിൽ ഞാനും ആവേശം കൊണ്ട് ഞാനും പോയി കുറേ മീനെ പിടിച്ചു. കണ്ടോ, വീണ്ടും ഒരു വറ്റ പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ പിടിച്ച മീനുകളൊക്കെ 2 ടാങ്കുകളായിട്ട് ഇട്ടിട്ടുള്ളത്. ചെറിയ ടാങ്കുകളാണ്, ഐസൊന്നുമില്ല. ചെറിയ ബോട്ട് ഒരു ദിവസത്തെ പരിപാടിയില്ല, അതുകൊണ്ട് ഐസൊന്നുമില്ല. വലിയ ബോട്ടുകളാണെങ്കിൽ വലിയ ടാങ്കുകളായിരിക്കും ഉണ്ടാവുക. സമയം ഏതാണ്ട് സന്ധ്യയോടടുത്തിട്ടുണ്ട്. ഞാൻ അത്രയും ഷോർട്ടായിട്ടാണ് ഒരു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. കാരണം ലെങ്തി വീഡിയോ ആകുമ്പോൾ കാണുന്നതിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ചെറിയ ഷോർട്ട് ടൈമായിട്ടാണ് എടുക്കുന്നത്. 2 ടാങ്ക് നിറയെ മീനുകളാണ്.
വറ്റകളാണ് അധികം കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് കടലിൽ നിന്ന് തിരിക്കുമ്പോഴേക്ക് ഏതാണ്ട് ഇരുട്ടി തുടങ്ങിയിരുന്നു. ഈ സമയത്തും കടൽ കാണാൻ നല്ല രസമാണ്. കടലിൽ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ടാവും ഈ സമയത്തും, കാരണം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും ചെറിയ ചന്ദ്രൻ്റെ വെളിച്ചമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഈ കാണുന്ന നമ്മുടെ ഐലൻഡിലെ രാത്രികാല ദൃശ്യമാണ്. രാത്രി ഈ ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ച് കാണാൻ നല്ല രസമുണ്ടാവും. ഇതുപോലെ ഓരോ ഐലൻഡുകളിലേക്ക് എത്തുമ്പോഴും നല്ല രസകരമായിട്ടുള്ള അനുഭൂതിയായിരിക്കും കാണാൻ. നമ്മൾ ഏതാണ്ട് ജെട്ടിയിലേക്ക് അടുപ്പിച്ച് കയറ്റിയിട്ടുണ്ട്. ഒരു ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയതെന്ന് മനസ്സിലാകുന്നില്ല. ഫിഷിങ് നിങ്ങൾക്കറിയാമല്ലോ, അത്രയും എൻ്റർടൈൻമെൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നേരം പോകുന്ന ഒരു സംഭവമാണ്. കണ്ടോ, ഇത്രയും മീനുകളെ നമ്മളിന്ന് പിടിച്ചു. ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ശരിക്കും മീൻ പിടിക്കാൻ തുടങ്ങിയത്. ഇത്രയും മീനുകൾ, കൂടുതലും വറ്റയും അതുപോലെ നീഡിൽ ഫിഷ്, നമ്മളെ കോലാനുമാണ് കയറിയിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ റെയിൻബോ റണ്ണർ, മാനിയാമാസ് പൂമീൻ എന്ന് പറയുന്ന മീൻ. പിന്നെ വേറൊരു ടൈപ്പ് മീനുണ്ട്, അതിൻ്റെ പേരെനിക്ക് അറിയില്ല. ഇത് എന്തായാലും ഒരു 100 കിലോയ്ക്ക് മേൽ മീനുണ്ട്. ഇവർ നേരം പോക്കിന് വേണ്ടി പോകുന്നതാണ്. ഇവർ ഈക്വലായിട്ട് വീതിച്ചെടുക്കുക ചെയ്യുക. കൂടെ എനിക്കും കിട്ടും എന്തായാലും. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ സെയിൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. എന്തായാലും ഒരു ദിവസം നല്ലൊരു മനോഹരമായ കാഴ്ചകളിലൂടെ ഒരു ദിവസം കടന്നുപോയി. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.